നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടന് ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടായെന്ന് നെതന്യാഹു. യുകെയെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ആണവായുധമുള്ള ആദ്യ ഇസ്ലാമിക് രാജ്യമാകാൻ യുകെക്ക് പ്രാപ്തിയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ഇസ്രായേലിലെ ആർമി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ബ്രിട്ടനെതിരെ വിമർശനം ഉന്നയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിനെ കുറിച്ച് നല്ല രീതിയിൽ വാർത്തകൾ നൽകിയതിനെ നെതന്യാഹു അഭിനന്ദിച്ചു. എന്നാൽ ഇന്നത്തെ ബ്രിട്ടനിലെ അവസ്ഥ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭീകര സംഘടനയുമായി ചേർന്ന് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതി, ബംഗാൾ സ്വദേശി പിടിയിൽ. അഫ്ഗാനിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനുമായി ചേർന്ന് പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ബംഗാൾ സ്വദേശി കർണാടകയിൽ അറസ്റ്റിൽ. ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ നവോപര സ്വദേശിയായ അസഫുൽ മാലിക്കാണ് ബംഗളൂരു പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിലെ ജിഗാനി മേഖലയിൽ സംശയാസ്പദമായ രീതിയിൽ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാലിക്കിന്റെ ഭീകരബന്ധം പുറത്തായത്. ജിഗാനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 2025 മുതൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ TTPയുമായി ബന്ധമുള്ള കാര്യം ഇയാൾ സമ്മതിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചലിലും വന്ദേ മാതരം മുഴുവൻ പാടി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന്റെ ഭാഗമായി വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. 2 സംസ്ഥാനങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗാനം മുഴുവൻ പാടണമെന്ന പുതിയ മാർഗനിർദ്ദേശം പാലിച്ചാണ് ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. പതാക ഉയർത്തുന്നതിന് തൊട്ടു മുൻപാണ് കർണാടകയിൽ വന്ദേ മാതരം ആലപിച്ചത്. സംസ്ഥാനത്ത് ഇത് ആദ്യമായല്ല വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നത്. നേരത്തെ ലോക്ഭവനിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചിരുന്നു. പോക്സോ കേസ് പ്രതിയായ 22-കാരന് ജീവപര്യന്തം തടവ് ശിക്ഷ. 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 22-കാരന് ജീവപര്യന്തം തടവ് ശിക്ഷ. ഉത്തർപ്രദേശിലെ മൈൻപൂരിലുള്ള പോക്സോ കോടതിയാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കരൺ എന്ന് വിളിക്കുന്ന അലോക് എന്നയാളെയാണ് കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷിച്ചത്. കേസിൽ പ്രതി ചേർത്തിരുന്ന ഇയാളുടെ പിതാവിനെയും സുഹൃത്തിനെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2025 മെയ് 15-നാണ് സ്കൂളിലേക്ക് പോകുകയായിരുന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ ഇയാളും കൂട്ടാളിയും ചേർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി വിജനമായ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമത്തിനിടെ 16-കാരി നിലവിളിച്ചതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഓണാഘോഷ ദിവസത്തെ പരീക്ഷ മാറ്റി. ഓണാഘോഷത്തിന് കുട്ടികൾക്ക് ടെൻഷനില്ലാതെ അടിച്ചുപൊളിക്കാം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഓണാഘോഷ ദിവസത്തെ പരീക്ഷ മാറ്റി. ഓഗസ്റ്റ് 21-ന് നടക്കാനിരുന്ന 8ാം ക്ലാസ്സിലെ പരീക്ഷയാണ് മാറ്റിയത്. ഓണാവധിക്ക് ശേഷം പരീക്ഷ നടത്തും. സ്കൂളുകളിൽ ഓണാഘോഷം നിശ്ചയിച്ചിരിക്കുന്നത് 21-നാണ്. അന്നത്തെ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. ഓണാവധിക്ക് ശേഷം ഓഗസ്റ്റ് 31-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. വനം വകുപ്പ് ആസ്ഥാനത്തെ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചു. വനം വകുപ്പ് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചു. പതാക ഉയർത്തുന്നതിന് മുൻപാണ് പൂർണ്ണമായും വന്ദേ മാതരം ആലപിച്ചത്. PCCF ദീപക് മിശ്രയാണ് പതാക ഉയർത്തിയത്. വഴുതക്കാടുള്ള വനം വകുപ്പ് ആസ്ഥാനത്താണ് വന്ദേ മാതരം ആലപിച്ചത്. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ഡോക്ടർ D സജിത് ബാബുവിനെ നിയമിച്ചു. സംസ്ഥാനത്തെ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ഡോക്ടർ D സജിത് ബാബുവിനെ നിയമിച്ചു. സർക്കാർ നൽകിയ 3-അംഗ പട്ടികയിൽ നിന്നാണ് സജിത് ബാബുവിനെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ, മൃഗസംരക്ഷണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, സപ്ലൈകോ കമ്മീഷണർ, കാസർഗോഡ് ജില്ലാ കളക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ മഴ കുറഞ്ഞു. കാലവർഷ മഴയിൽ 22% കുറവ്.
സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ 22% മഴ കുറവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജൂൺ 1 മുതൽ കണക്കാക്കുന്ന കാലവർഷ സീസണിൽ സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 22% കുറവ് മഴയാണ് ഇതുവരെ കിട്ടിയത്. 7 ജില്ലകളിൽ മഴ കുറഞ്ഞു. വയനാട്ടിൽ ഇത്തവണ 51%മാണ് മഴ കുറഞ്ഞത്. ഇടുക്കിയിൽ 44% മഴ കുറവുണ്ട്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും 2% അധികം മഴ കിട്ടി. ഇക്കൊല്ലം സാധാരണയേക്കാൾ കുറവ് മഴയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവും മഴ കിട്ടി. തീവ്ര മഴ ദിവസങ്ങളാണ് മഴക്കുറവിനെ അല്പമെങ്കിലും മറികടക്കാൻ സഹായിച്ചത്. 51 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ. കേരളത്തിൽ 51 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും IIT റോപ്പാറുമായി സഹകരിച്ചുകൊണ്ടാണ് കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ദുരന്ത സാധ്യതാ നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് പ്രധാനമായും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചത്. KB ഗണേഷ് കുമാറിനെതിരെ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം. മുൻമന്ത്രി KB ഗണേഷ് കുമാർ NSSൽ നിന്ന് രാജിവെക്കണമെന്ന് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പൊതുയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. കുലംകുത്തികളെ കൂട്ടുപിടിച്ച് സംഘടനയെ ഇല്ലാതാക്കാമെന്ന് ധരിക്കുന്നെങ്കിൽ ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പ്രമേയത്തിൽ പരാമർശിക്കുന്നു. ഗണേഷ് കുമാർ NSS തലപ്പത്ത് നിന്ന് പുറത്തായത് ദൈവികമായിട്ടാണ്. NSSന്റെ അമരത്തിരിക്കുന്ന ഗണേഷ് കുമാർ മറ്റൊരു മതത്തിൽ വിശ്വസിച്ചു. ആ മതത്തിൽ ആരാധന നടത്തി. സംസ്കാരശൂന്യമായ കുടുംബ പശ്ചാത്തലത്തിന് ഉടമയാണ് ഗണേഷ് കുമാർ എന്നും പ്രമേയത്തിൽ വിമർശിച്ചു.